ഹലോ നമസ്കാരം. ഞാനിപ്പോൾ മധു സാറിൻ്റെ വീട്ടിലാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നു. അപ്പോൾ മധു സാർ എന്ത് വരാണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഉദ്ഘാടനത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ മധു സാറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മധു സാറിന് സർപ്രൈസ് കൊടുക്കുകയാണ്. അതായത് വളരെ സന്തോഷമാവും. എന്തായാലും ഇന്നലെ വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ മധു സാറ് വരാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും മധു സാറ് അവിടെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. എന്തായാലും മധു സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഉദ്ഘാടനമൊക്കെ നല്ല രീതിയിൽ നടന്നു. എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ മധു സാർ, ഇപ്പോഴത്തെ നെടുന്തൂൺ. എന്തായാലും മധു സാറിൻ്റെ അടുത്ത് നമുക്ക് പോവാം, വിശേഷങ്ങൾ ചോദിക്കാം. നമ്മുടെ മധു സാറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മധു സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഓടി വായോ എന്ന് പറയാം. അത്രയും എന്തായാലും മധു സാറെ ഇന്നലെ വന്നതാണ് ഞാൻ. ഇന്നലെ ഇവിടെ വന്നു, റൂമൊക്കെ എടുത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. മധു സാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് വർക്ക് കിട്ടി. മധു സാറിൻ്റെ അനുഗ്രഹം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വർക്കുകൾ ഇഷ്ടംപോലെ കിട്ടി. പിന്നെ അത് പറഞ്ഞു. അതെ, അപ്പോൾ എന്തായാലും വന്നാണ്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ജെയിംസ് സാറിൻ്റെ ഇതിലെന്താണ് അപ്പോൾ നമ്മൾ പല പല വേദികളിൽ നമ്മൾ ജെയിംസ് സാറായിട്ട് പോകുമ്പോൾ പ്രേക്ഷകർ അവരാഗ്രഹിക്കുന്നത് ജെയിംസ് സാറായിട്ടാണ് വരണം എന്നാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നതും നമുക്ക് പേയ്മെൻറ്റ് തരുന്നതും. അതിൽ ചില ആൾക്കാർ ജെയിംസ് സാറിനെ കളിയാക്കുകയാണ്, ജെയിംസ് സാറിനെ അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ ഫാൻസുകാരും പിന്നെ കുറേ ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മധു സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. ജയനെ കളിയാക്കാനൊന്നുമില്ല. ജയൻ്റെ അടുത്തുള്ള അങ്ങേയറ്റമുള്ള ആരാധന കൊണ്ടാണ് ഈ വേഷം കെട്ടിയത്, എനിക്കറിയാം. അപ്പോൾ ജയനോടുള്ള സ്നേഹവും ബഹുമാനവും അത് ഉള്ളിൽ കയറിയിട്ട് ഏതാണ്ട് ജയൻ തന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്തു തരുന്നു എന്ന് മനസ്സിൽ വിശ്വസിച്ചിട്ട് ഈ വേഷം കെട്ടിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അല്ലെങ്കിൽ ഈ വേഷം കെട്ടിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ലായിരുന്നു. അതെ, അതുകൊണ്ട് ധൈര്യമായിട്ട് അത് അങ്ങനെ തന്നെ ധരിക്കുന്ന ആളുകൾ നാട്ടിൽ പലരും എന്നോട് പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തുടങ്ങി ചെയ്തത് നല്ലതാണെന്ന് സ്വയം തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ മക്കളുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജയൻ സാറാണ്. എൻ്റെ വീടിൻ്റെ വാടി ഉമ്മയുടെ മരുന്നായാലും ജയൻ സാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നാലും രണ്ടഭിപ്രായം വരും അല്ലേ? വരും, നല്ലതും ചീത്തയും വരും. അതെ. അപ്പോൾ അത് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അതെ, ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും. പിന്നെ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഇതിനോടുള്ള സ്നേഹം ബഹുമാനമായത് കാരണം അതിൻ്റെ ഒരു സഹായം ഉണ്ടാവും. നമ്മളറിയാതെ തന്നെ മുകളിൽ നിന്നൊരു സഹായം ഉണ്ടാവും. ഇത് നന്നായി വരും, നന്നായിരിക്കട്ടെ. അതെ, എന്തായാലും മധു സാറിൻ്റെ അടുത്ത് വാട്സപ്പിൽ നമ്മൾ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്, വിഷമങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഈ ഒരു ജയൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ എഡ് ചെയ്തു. അവരെന്നെ ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ അഷ്റഫ് ജയൻ അല്ലേ ചോദിച്ചിട്ട് എന്നെ ഏഡ് ചെയ്തു, വലിയ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട്. ലാസ്റ്റ് അവർ മധു സാറിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടു. അപ്പോൾ മധു സാർ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ മധു സാറിന് ജയൻ സാർ എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോട്ടയത്തുള്ളൊരു പയ്യൻ ഇങ്ങനെ മധു സാറ് ഈ ഇത്ര ഇതായാലും ഞാൻ വന്നാലും ആര് വന്നാലും മധു സാറിനെ ഇപ്പോൾ മധു സാറ് പറഞ്ഞില്ലേ ഇപ്പോൾ പോയ ആള് എന്താണെന്നുള്ളത് മധു സാറിന് അറിയാം. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ മധു സാറിന് അറിയാം. അത് എനിക്കറിയാം. കാരണം പ്രായത്തിലല്ല, ഓരോരുത്തർ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ അച്ചടക്കാണ്. ഒരു പ്രായമാകുമ്പോൾ അയാളുടെ ഓരോ ശേഷി അയാളുടെ അച്ചടക്കില്ലായ്മയാണ്. മധു സാർ എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റായിട്ട് നടന്നിരുന്ന എല്ലാം കൃത്യനിഷ്ഠമാണ്. അപ്പം മധു സാറിന് കണ്ണ് കാണില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മധു സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ബാക്കിയുള്ളവരങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ തമ്മിലുള്ള സംസാരിച്ചത് പ്രേക്ഷകരൊക്കെ അറിയണം. കാരണം ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഒരാളെ കണ്ണ് കാണില്ല എന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മധു സാർ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ
അത് ആളെ കുറിച്ച് പറയുമ്പോൾ മധുസാറിനായിട്ട് ഞാൻ കോണ്ടാക്ട് ഉള്ളതാണ്. അപ്പം എൻ്റെ ഒരു അച്ഛനെ ചീത്ത പറയുന്ന പോലെ തന്നെയാണ് എനിക്കത് തോന്നിയത്. നമുക്ക് മധുസാറിനെ എങ്ങനെയാണ് ഞാൻ കരുതുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയുന്നില്ല. അപ്പോൾ മധുസാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് ദേഷ്യം വരും. സ്വാഭാവികമായിട്ട് ഞാനത് ചെയ്യേണ്ടതാണ്. മധുസാറ് എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച്? പിന്നെ ആ രാജ്യത്ത് പോകുന്നത് മധുസാറിന് കണ്ണു കാണില്ലെന്ന് പറഞ്ഞിട്ട് ഈ വാട്സപ്പിൽ ഒരു ടൈപ്പ് ചെയ്തേക്കണം. നമ്മുടെ കോട്ടയത്തുള്ള ഒരാളാണ്. അയാളെ പേരെനിക്കറിയാം. അദ്ദേഹം ജയൻ സാറിന്റെ ഫിഗർ ഇട്ട് പോണതാണ്. നമ്മുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു, ഈ ബഡായി ബംഗ്ലാവില് ജയനായിട്ട് സിബിക്ക് കൈ കൊടുത്ത. അപ്പൊ അദ്ദേഹം പറയണത്, അദ്ദേഹമാണ് പറയണത് ജയൻ സാറിനെ നാണം കെടുത്താൻ വേണ്ടി ചായ കച്ചവടം ചെയ്യുന്നു. അവന് ശരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, ജയനായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സീമച്ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ പറയും. സീമച്ചേച്ചി കൊടുക്കുന്ന പറയണത് സർട്ടിഫിക്കറ്റ്. ജയന്റെ ചെയ്യണമെങ്കിൽ സീമച്ചേച്ചിയുടെ അനുവാദം വേണം. അവനത് കിട്ടിയെന്ന്, ബഡായി ബംഗ്ലാവിന് കിട്ടി. അത് കാരണം മധുസാറിന് കണ്ണു കാണില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ സീമച്ചേച്ചിയുടെ അടുത്തേക്ക് പോകണം, ഇങ്ങനെ നടക്കാൻ. അതെല്ലാം നിങ്ങളുടെ കാര്യം. ഇത് വല്ല വിഴുവം കിട്ടാൻ വല്ലതൊക്കെ പറഞ്ഞു ഞാൻ ഏതെങ്കിലും മണ്ടന്മാർ പറയുന്നതിന് മറുപടി ഇതുവരെ പറയാൻ പോയിട്ടുണ്ടോ? അതിന് ആളുകൾ ധാരാളം പറയും, നല്ലതും ചീത്തയും പറയും, ഇല്ലേ? രണ്ടും കേട്ട് രണ്ട് സൈഡിൽ കൂടെ കളയുക. നമ്മളെന്താണോ അത് തന്നെയാണ് നമ്മൾ. നമ്മളിപ്പോ അദ്ദേഹം ചെയ്യുന്നതും ജയൻ സാറിന്റെ വേഷവും ജഗതിയുടെ വേഷമൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരൊക്കെ സീനിയറാണ്, നമ്മളൊക്കെ. എന്നിട്ട് ഈ സീനിയർ പറയുമ്പോഴാണ് നമുക്കിത് വിഷമങ്ങൾ. കാരണം ഇപ്പൊ ആള് നമ്മുടെ സീനിയർ അല്ല. ഇത് പറഞ്ഞുകൂടി അദ്ദേഹത്തോടുള്ള ഒരു ഇത് പോയി. അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുള്ളതാണ് ഞാൻ ഈ ഒല്ലൂര് പരിപാടി വന്നപ്പോ. ഇത് മധുസാറിന് ഇവിടെയുള്ളതാണ്, നമ്മുടെ കോട്ടയത്തുള്ള. എന്താ ചെയ്യുന്ന അദ്ദേഹം ഇതന്നെ ജയൻ സാറിന്റെ ഫിഗർ, ജഗതിയുടെ ഫിഗറൊക്കെ ചെയ്യുന്ന കോട്ടയത്ത്. അപ്പൊ അദ്ദേഹം ഇത് നിന്നിട്ട് കാര്യമായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ചായ കച്ചവടം ചെയ്ത് ഇത്രയും വലിയ വൈറലായപ്പോഴേ മധുസാറായിട്ട് കമ്പനി ജയൻ സാറിന്റെ ഷർട്ട് ജോസ് പ്രകാശിന്റെ മോൻ തന്നിട്ടുണ്ട്. ഇനി ജോസ് പ്രകാശിന്റെ കോട്ട് കിട്ടി ഇപ്പൊ അടുത്ത്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോ നമ്മള് ഇതൊക്കെ ഒരു നിധിയാണല്ലോ. അപ്പൊ മധുസാർ ഇപ്പൊ ഒരു ഷർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മധുസാർ തരും. അത് എനിക്കേ തരുള്ളൂ, വേറെ ആർക്കും കൊടുക്കില്ല. അപ്പോ അതൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കൊരു നിധിയാണ്. പൈസക്കാളും നിധിയാ. പൈസ എത്ര തന്നാലും ആർക്കും മതിയാവില്ല. പക്ഷെ ഇത് മധുസാറിന്റെ ഒരു ഷർട്ട് കിട്ടാന്ന് പറഞ്ഞാൽ മധുസാർ എന്താന്ന് വിചാരിച്ചാണ് മധുസാർ. എനിക്കൊന്നും ഞാൻ എന്താണ് അതാണല്ലോ, പിന്നെ വിചാരിക്കാൻ എന്താ? അപ്പൊ മധുസാറിന്റെ ചെമ്മീനിലെ സീൻ നമ്മള് ചെയ്യാൻ വേണ്ടി വന്ന മധുസാറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ചെമ്മീനിലെ ആ ഒരു സീനുണ്ടല്ലോ, മാനസികമായി വരും. അത് ഞാനും ശാരദയും കൂടിയിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന മധുസാറിന്റെ മുമ്പിലെത്തുമ്പോൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ റെഡി ആയിട്ടാണുള്ളത്. അപ്പൊ ആളും ഉണ്ടായിരുന്നല്ലോ കാണുന്നതിന്. അപ്പൊ വലിയൊരു നല്ലൊരു അഭിപ്രായം. അപ്പൊ മധുസാറായിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. സന്തോഷം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ
കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജയൻ സാറിന് കൈ കൊടുത്ത കയ്യാ. ശരി ശരി. എന്തായാലും അതൊക്കെ ഒരു വലിയൊരു, എൻ്റെ മക്കൾ പഠിക്കുന്നതും എൻ്റെ വീടിൻ്റെ വാടകയും കൊടുക്കുന്നതും ജയൻ സാറാണ്. ഈ വേഷത്തിൽ നടക്കുമ്പോഴാണ് ഓരോ VIP എന്നെ വിളിക്കുന്നത്, പ്രോഗ്രാം തരുന്നത്. എന്തായാലും സന്തോഷം.